UN രക്ഷാസമിതിയിൽ കഴിഞ്ഞ ദിവസം അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി അൾജീരിയ ഈ ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തണം എന്ന് പറഞ്ഞൊരു പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക അതിനെ വീറ്റോ ചെയ്തു. ഇത് എങ്ങനെയാണ് ഇനിയുള്ള കാലത്ത് എത്ര കാലത്തേക്ക് ഈ ആക്രമണം ഇസ്രയേൽ തുടരും എന്നാണ് ടിജിക്ക് തോന്നുന്നത്? ഈ ഗാസ പ്രശ്നം അല്ലെങ്കിൽ ഹമാസ് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ടോ? കേരളത്തിലെങ്കിലും കേരളത്തിൽ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ ആയുധത്തിൻ്റെ മൂർച്ച പഴയ പോലെ കാണുന്നില്ല. ഇപ്പോൾ ഹമാസ് പാലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ പോടാ എന്ന് പറയുന്നൊരു സ്ഥിതി കേരളത്തിൽ തന്നെ വന്നു. മനസ്സിലായി, മലയാളിക്ക് മനസ്സിലായി ഈ പാലസ്തീൻ എന്ന് പറഞ്ഞത് കുറഞ്ഞൊരു 17,000 മൈൽ ദൂരെയുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ആളുകൾക്ക് കേരളമുണ്ടെന്നോ കേരളത്തിൽ മുസ്ലിം ഉണ്ടെന്നോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇവിടുന്നൊരു മുസ്ലിം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഒരാള് കോഴിക്കോട് ഏതോ ഇസ്ലാമിസ്റ്റുകളോ മറ്റോ സംഘടിപ്പിച്ചൊരു ചടങ്ങില് അവിടുത്തെ സുനിൽ പീളയുടോ മറ്റേ ഹമാസിൻ്റെയോ മറ്റോ അങ്ങനെ ഒരാൾ ഓൺലൈനിൽ സംബന്ധിച്ചില്ലേ? ഓൺലൈനിൽ പ്രസംഗിച്ചു. അത് സാറേ, അയാൾ അവിടുത്തെ ഹമാസിനോട് അവിടുത്തെ ഭാഷയിലുള്ള പ്രസംഗമാണ് ഇതെടുത്തിട്ട് ഇവിടെ കാണിച്ചു. ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആ ഭാഷ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാം. ജൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പറയുന്നു. മുമ്പ് അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ്. പണ്ട് കോഴിക്കോട് ഒരു ചൈനീസ് ദൈവജ്ഞനാണ് ആ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു വസ്തു കാണിച്ചാൽ അതെന്താണെന്ന് അദ്ദേഹം പറയും. തപ്പി നോക്കുക പോലും വേണ്ട, പുള്ളി പറയും. പക്ഷെ പറയുന്നത് ചൈനീസ് ഭാഷയിലാണ്. അത് തർജ്ജമ ചെയ്യാനായിട്ട് ഒരാൾ അടുത്ത് നിൽപ്പുണ്ട്, അയാൾ തർജ്ജമ. അപ്പോൾ ആദ്യം ഒരാൾ കുട കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഹി ചോങ്. അദ്ദേഹം പറയുന്നു അതൊരു കുടയാണെന്ന്. എല്ലാവരും കൈയടിച്ചു. പിന്നെ ഒരാൾ പേന കാണിച്ചു, ചൂങ് ചീങ്. അദ്ദേഹം പറയുന്നു അതൊരു പേനയാണെന്ന്. അപ്പോൾ ആളുകൾ കൈയടിച്ച് എവിടെയോ ഒരു ഉടക്ക് പോലെ. പിന്നെ ഒരാൾ കൊച്ചിനെ കൊണ്ടുപോയി മുമ്പിൽ നിർത്തി. അപ്പോഴും അയാൾ അടിച്ചു വിട്ടു. മറ്റവൻ തർജ്ജമയും ചെയ്ത് തീരുകയും ജനമെല്ലാം കൂടെ സ്റ്റേജിൽ കയറുമ്പോൾ നിർത്തലാതിൻ്റെ നാടകം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ജനത്തിന് ഈ സംഭവം മനസ്സിലാകുന്നത്. ഇതുപോലെ ഈ ഉള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരും വഴിയെ പോയവനൊക്കെ കൂടെ ഇവൻ്റെ ഈ ഖൂ ഖോ എന്നൊക്കെ അതിൻ്റെ തർജ്ജമ എവിടെയുണ്ട്. ഇയാളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തർജ്ജമയുടെ ചുരുക്കം അവർ പറഞ്ഞു. അത് നേരാണെന്ന് വിശ്വസിച്ച് ഇവർ നടക്കുന്നത്. ഏതായാലും ആ നാടകത്തിന് ശേഷം ആരും ഈ അവിടെ നിന്ന് ഹമാസിൽ നിന്നോ അല്ലെങ്കിൽ പാലസ്തീനിൽ നിന്നോ ആരെയും ഓൺലൈൻ വിളിച്ചു വരുത്തി. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ഈ MA ബേബി ഈ ചെഗുവേരയുടെ മകള് അലൈഡ ഗുവേര എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്നു. അവിടെ സെനറ്റ് ഹാളിൽ വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഇത് മറ്റേ ക്യൂബയിലെയോ മറ്റോ ദേശീയ ഗാനം ആണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ആലപിച്ചു. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നു. നമ്മുടെ ദേശീയ ഗാനമൊക്കെ ഉണ്ടല്ലോ, എല്ലാം അവർ പറഞ്ഞു ദേശീയ ഗാനമാണല്ലോ. അത് കഴിഞ്ഞ് ഇവരുടെ പ്രസംഗം സ്പാനിഷിൽ നിന്നോ മറ്റോ പരിഭാഷ ചെയ്തിരുന്ന ഒരാളോ മറ്റോ ആ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ എന്തോ പഠിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു ഇത് ക്യൂബയിൽ ഈ കായിക മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് മുമ്പ് ഒരു പാട്ട് പാടും, അതായിരുന്നു ഇത്. അല്ല, ദേശീയ ഗാനമല്ല. ഇതൊക്കെ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ ജനീകം പത്രമുണ്ടല്ലോ, അപ്പോൾ അത് നഷ്ടത്തിലായി പരീക്ഷിച്ചൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോഴാണ് സ്വരൺ സിംഗ് വിദേശകാര്യമന്ത്രിയായി. ആ വാർത്ത കൊടുക്കണം. അപ്പോൾ സ്വരൺ സിംഗിൻ്റെ ഒരു ഫോട്ടോ വേണം. ഫോട്ടോ അന്ന് ബ്ലോക്കൊക്കെ എടുത്തിട്ടാണ്. ഒരു ബ്ലോക്കിന് 2 രൂപയാകും. അപ്പോൾ കാമ്പശ്ശേരിയാണ് പത്രാധിപർ. കാമ്പശ്ശേരി പറഞ്ഞു, എടാ പണ്ട് മിൽഖാ സിംഗിന് ഒളിമ്പിക്സ് കിട്ടിയപ്പോൾ നമ്മളൊരു സിംഗിൻ്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ ബ്ലോക്കുണ്ട്, അതൊന്ന് തപ്പിയെടുത്തിട്ട് അത് കൊടുത്താൽ മതി. അല്ലാതെ ചേട്ടാ ആൾക്കാർ തിരിച്ചറിയില്ലേ? ഏത് മലയാളിക്കാടാ ഈ താടിയും തലപ്പാവും വെച്ച് തെക്കുകാരൻ തിരിച്ചറിയും? സ്വരൺ സിംഗ് വിദേശമന്ത്രിയായാലും മിൽഖാ സിംഗിന് ഒളിമ്പിക്സ് കിട്ടിയാലും ഈ സെയിൽ സിംഗ് പ്രസിഡൻ്റ് ആയാലും
ഒക്കെ ഒരു താടിയും വെച്ച് തലപ്പാവും വെച്ച ഒരാൾ, ഇത് ഇവർ തമ്മിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു രൂപം. ഇതാണ് മൻമോഹൻ സിംഗിന് സംഭവിച്ചതാണ്. മൻമോഹൻ സിംഗ് പിന്നെ ഈ നെറ്റിട്ടിട്ട് താടി ഒതുക്കും. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് മനസ്സിലാവും. പിന്നെ എപ്പോഴും നീല തലപ്പാവായിരിക്കും. അങ്ങനെയൊക്കെ മൻമോഹൻ സിംഗിന് തിരിച്ചറിയണ്ടേ? അത് മൻമോഹൻ സിംഗിന് തന്നെ അറിയാം. പിന്നെ ഇന്ദിരയുടെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് ആളുകൾ മുടിയും താടിയൊക്കെ വടിച്ചു കളഞ്ഞു സിഖുകൾ. ഇന്ദിരയുടെ കൊലപാതകം നടക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിലാണ്. അവിടെ ഒരു ചെറിയ മലയാളി ഹോട്ടലുണ്ട്, കൺസ്ട്രക്ഷൻ സൈറ്റ്, ആ ഓലയൊക്കെ കൊണ്ട് കെട്ടിയത്. അപ്പോഴാണ് ഇത് അറിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സർദാർജി ഓടി വന്നു, ബച്ചാവോ എന്ന് പറഞ്ഞപ്പോൾ. ഞങ്ങളുടെ വർക്ക് സൈറ്റിൽ സർദാർജിമാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ കട നടത്തുന്ന അച്ചായനുണ്ട്, പാലാക്കാരൻ തോമാച്ചായൻ. തോമാച്ചായൻ പറഞ്ഞു, സർദാർജി ആദ്യം ഈ തലപ്പാവ് അഴിക്കരുത്, അപ്പോൾ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പെട്ടെന്നൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം, എൻ്റെ കടയുടെ പുറകിലിരുന്നാൽ ഞാൻ സംരക്ഷിച്ചോളാം. സർദാർജി വെപ്രാളത്തിൽ ഈ തലപ്പാവും അഴിച്ചപ്പോൾ നല്ല ഒന്നാം തരം കഷണ്ടി. സർദാർജിക്ക് മുടിയൊന്നുമില്ല. സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ച് മുടി അകത്ത് കെട്ടിവെച്ച് ഒരു ചുക്കുമില്ല, നല്ല കഷണ്ടിയാണ്. ഏതായാലും ഞാൻ ആ സമയത്ത് പോലും നമുക്ക് ചിരിച്ചാൽ ആ മനുഷ്യനോട് ചെയ്യുന്നൊരു ഇതാകും. പക്ഷേ ഇത് കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്ത് വാങ്ങിക്കോട്ടെ, ഈ പാലസ്തീൻ പ്രശ്നം കേരളത്തിൽ ആറിത്തണുത്ത് കഴിഞ്ഞു. ഇനി അത് രണ്ടാമത് കുത്തിപ്പൊക്കാനായിട്ട് നമ്മുടെ മീഡിയ വൺ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയം വന്നു, അൾജീരിയ പുതിയ തേങ്ങ കൊണ്ടുവന്നു. മൂന്നാമത്തെ തവണയാണ് അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. തെറ്റല്ലേ? അമേരിക്ക വീറ്റോ ചെയ്യാത്ത പ്രമേയമുണ്ട്. അതുണ്ട്. അതിൽ ഇസ്രായേലിൻ്റെ വാദം എന്താണെന്നറിയാമോ? യുണൈറ്റഡ് നേഷൻസിന് പ്രമേയത്തിന് ഇവിടെ വിലയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണം. ഇതിൽ യുണൈറ്റഡ് നേഷൻസിന് എന്താണ് ഈ കാര്യം? നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു കലാപം ഉണ്ടാക്കി നമ്മൾ അതിനെ അടിച്ചമർത്താൻ യുണൈറ്റഡ് നേഷൻസ് പ്രമേയം ഈ രക്ഷാസമിതി ഹമാസിനെ അപലപിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല. അത് മാത്രമല്ല, പാലസ്തീൻ യുണൈറ്റഡ് നേഷൻസിലെ മെമ്പറല്ല. അവരെ ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. പാലസ്തീൻ എന്നുള്ള രാജ്യത്തെ അംഗീകരിച്ച കാൻഡിഡേറ്റ് മെമ്പർ അങ്ങനത്തെ ഒരു സ്റ്റാറ്റസേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽ പറയും പോയി പണി നോക്കടാ. അവർ ഗാസയിൽ സാറേ മരണം 50,000 കഴിഞ്ഞു. 30,000 വായിച്ചു ഞാൻ. 50,098 എന്ന് പറഞ്ഞാണ് അൽ ജസീറയുടെ ഫിഗർ നിൽക്കുന്നത്. അവരാണല്ലോ വലിയ തമ്പുരാക്കന്മാർ. അതിലും വിശ്വാസത വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ഈ ആക്രമണം തുടങ്ങി വടക്കൻ ഗാസയിൽ നിന്ന് എല്ലാവരെയും തെക്കേ അറ്റത്തേക്ക് കൊണ്ടുവന്നു. അവർ പറയുന്നത് വെടിമരുന്നിൻ്റെ അംശം പോലും ഷർട്ടിലോ മുണ്ടിലോ എവിടെയെങ്കിലും ഇല്ലാത്തവന് നോക്കിയിട്ട് ഓരോരുത്തരും ഞങ്ങൾ വടക്കു വശത്തേക്ക് മാറ്റി. എന്നിട്ട് ഓരോ ഹമാസുകാരെയും ഞങ്ങൾ വകവരുത്തും. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അമേരിക്ക വീറ്റോ ചെയ്ത അമേരിക്ക എന്ത് ചെയ്യും? അമേരിക്കയിലെ വൻകിട ബിസിനസ്സുകാർ മുഴുവൻ ജൂതന്മാരാണ്. അമേരിക്കയുടെ ആയുധ കച്ചവടം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ജൂതന്മാരാണ്. ഈ ആയുധങ്ങളെല്ലാം ഇപ്പോൾ അത്യന്താധുനിക ആയുധങ്ങളല്ലേ, എല്ലാം സോഫ്റ്റ്വെയർ ഇതിലാണ്. മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല. യുദ്ധത്തിൽ ആൾ മിനിമം ചാകണം എന്നുള്ളതാണ് അമേരിക്കയുടെ പോളിസി. ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലാണ്. ഈ സോഫ്റ്റ്വെയറിനെ കൺട്രോൾ ചെയ്യാനും ഇസ്രായേലിന് സാധിക്കും. അതായത് അമേരിക്ക ഒരു അണുബോംബ് വിക്ഷേപിക്കാൻ നോക്കിയാൽ അത് പൊങ്ങരുത് എന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ പൊങ്ങില്ല. ഇസ്രായേൽ ഒരു അണു ബോംബുള്ള രാജ്യമാണ്. പക്ഷേ ഔദ്യോഗികമായിട്ട് അവരിന്നുവരെ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം, മിനിമം 25 ആറ്റം ബോംബിൻ്റെ പുറത്താണ് ഇവനിരിക്കുന്നത്. പക്ഷേ അവനിപ്പോഴും സമ്മതിക്കുന്നില്ല. ഇന്ത്യയില്ല, എവിടെ ഞാൻ. ഇതാണ് ഇസ്രായേലിൻ്റെ പോക്ക്. ഇപ്പോൾ ആകെ കൂടെ നമ്മുടെ മീഡിയ വണ്ണിനൊക്കെ ഒരു ആശ്രയമുള്ളത് നെതന്യാഹുവിനെതിരെ അവിടെ പ്രകടനം നടക്കുന്നു. ബന്ദികളെ വിട്ടുകിട്ടിയിട്ടില്ല, നെതന്യാഹു രാജിവെക്കണം, യുദ്ധം നിർത്തിവെക്കണം. ഈ പ്രമേയം വീറ്റോ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവർ അൾജീരിയ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ബദൽ പ്രമേയം അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു അമേരിക്ക. ആ ബദൽ പ്രമേയത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹമാസ് ബന്ദിയാക്കിയ ആളുകളുണ്ടല്ലോ അവരെ വിട്ടുകിട്ടട്ടെ, അതിനുള്ള ചർച്ചയാണ്, നെഗോഷിയേഷൻസ് അല്ലേ നടക്കുന്നത്. അതല്ലാതെ വെടി നിർത്തി കഴിഞ്ഞാൽ അവർ വിട്ടുകിട്ടുന്ന എന്താ ഉറപ്പ് ബന്ദികളെ? അത് മാത്രമല്ല, വിട്ടുകൊടുക്കാൻ അവർക്ക് ഉദ്ദേശവുമില്ല.
ഇതിൻ്റെ ഒരു ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിച്ചു വെച്ച ബന്ദികളിൽ പല രാജ്യക്കാരുണ്ട്, ഇസ്രായേൽ മാത്രമല്ല. അപ്പോൾ ഇസ്രായേലിന് ഇത് നന്നായിട്ടറിയാം. നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഹമാസിന് കീഴടങ്ങിയിട്ട് ബന്ദിയെ വിട്ടുകിട്ടിയിട്ട് സൂഹിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ പണ്ടൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നില്ല വാജ്പേയിയുടെ കാലത്ത്, കണ്ടഹാർ. ആ സാമദ്രോഹികളെ വിട്ടുകൊടുത്തു. അതിപ്പോൾ വലിയ ഭാര്യയായില്ലേ? അതെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അന്ന് നമ്മളൊരു ഓപ്പറേഷൻ നടത്തി രക്ഷിക്കാനാണ് നോക്കേണ്ടിയിരുന്നത്. ഇനി അഥവാ മരിച്ചു പോകുന്നത് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം 186 പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്, ഇന്ത്യക്കാർ. അങ്ങനെയുള്ളവർ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ മരിക്കണം. പട്ടാളക്കാർ മരിക്കുന്നില്ലേ? എവറി സിറ്റിസൺ ഹാസ് ടു ബി എ സോൾജിയർ ഓൾസോ, മസ്റ്റ് ബി റെഡി ടു ഡൈ ഫോർ ദ കൺട്രി. ഇത് ഇസ്രായേലിൻ്റെ പ്രിൻസിപ്പിളാണ്. എവറി സോൾജിയർ, എവറി സിറ്റിസൺ ഈസ് എ സോൾജിയർ. കോളേജ് പ്രൊഫസറാണ്. പക്ഷേ ഒരു ആവശ്യം ചെയ്ത അതെ അവരുടെ അത്ലറ്റുകളെ എന്തൊരു പ്രശ്നമായിരുന്നു പിന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു തൻ്റെ ഇടം നമ്മൾ കാണിച്ചില്ല. മാത്രമല്ല ഈ വൃന്ദാക്കാരായിട്ടും പണ്ടാരും കോൺഗ്രസ് എല്ലാം കൂടെ വാജ്പേയിയെ ചീത്ത വിളിച്ച് വൻ ജാഥയൊക്കെ നടത്തി ആളെ വിട്ടുകൊടു, 7 ഭീകരന്മാരെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അന്ന് ക്യാബിനറ്റിൽ റാം ജെത്മലാനിയുണ്ട്. റാം ജെത്മലാനി പറഞ്ഞു, അവരോട് പറയണം, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കാശ്മീർ ജയിലിലെ 7 ഭീകരരെ ഞങ്ങൾ കൊല്ലും, വേണമെങ്കിൽ കൊന്നു നീ കാണ്ഡഹാർ. ഓരോ വെടി അവിടെ പൊട്ടുമ്പോഴും ഇവിടെ 7 വെടി പൊട്ടു എന്ന് പറഞ്ഞേക്കുന്നു. ബട്ട് വി കുഡ് നോട്ട്. ലേറ്റർ ഓൺ റാം ജെത്മലാനിയോട് പരസ്യമായിട്ട് വാജ്പേയി സർക്കാരൊക്കെ പോയി ഇങ്ങനെ മൻമോഹൻ സർക്കാർ നടക്കുമ്പോഴാണ് റാം ജെത്മലാനിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ക്യാബിനറ്റിൽ പറഞ്ഞു കേൾക്കുന്ന നേരാണോ? പുള്ളി പറഞ്ഞു, യെസ്, I was against that release. We must kill the 7 people for 1 Indian life. What is wrong in that? മാമൂസ് സിംഹമാണല്ലോ. അപ്പോൾ അത് ചെയ്തിരുന്നെങ്കിലും ഉണ്ടല്ലോ, അവർക്ക് നമുക്ക് കാശ്മീരിലെ ജയിലിൽ ഇഷ്ടം പോലെ തീവ്രവാദികളുണ്ട്. ആ ജയിലിൽ 1:7 മോദിയുടെയും അജിത് ഡോവലിന്റെയും കാലത്തായിരുന്നു ഇതെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത് ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം ജപ്പാൻ ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചു. ജപ്പാൻ്റെ ഒരു 4 പേരെ ബോക്കോ ഹറാമോ അങ്ങനെ എന്തോ ഒരു തേങ്ങാക്കൊലയുണ്ടല്ലോ, അവന്മാരാരാണ്ടൊന്ന് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ആ ജപ്പാനോട് പറഞ്ഞു $25 million വേണം. ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ റിപ്ലൈ ചെയ്തു, അവരെ കൊന്നേക്ക്, ഞാൻ കാശ് തരാൻ പറഞ്ഞു. പൂഞ്ഞ് കാശ് തരില്ല. ഈ 4 പേരുടെയും വീട്ടിൽ ഡയറക്റ്റ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർ കാശ് ചോദിച്ചു, ഞാൻ 10 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു, നിങ്ങളെന്ത് പറയുന്നു? 4 വീട്ടുകാരും പറഞ്ഞു, സാറ് പറഞ്ഞ് കറക്റ്റാണ്, ഞങ്ങളൊരാൾ പോയാലും വേണ്ടതില്ല, ഞങ്ങളുടെ അച്ഛനാണ്, അമ്മാവനാണ്, അനിയനാണ്, പോയാലും വേണ്ടതില്ല, കൊടുക്കുക, 5 പൈസ കൊടുക്കുക. കൊടുത്തില്ല. നെഗോസിയേഷൻ തുടങ്ങി. ഇവർ 20 മില്യൺ ഇല്ല, 10 മില്യൺ ഇല്ല, 5 മില്യൺ എന്തെങ്കിലും താ ചേട്ടാ, ഞാൻ കുഞ്ഞു കാശ് തരില്ല, നീ കൊല്ലടാ. ഇവർ നോക്കി, ഈ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശവം മറവ് ഒരു ബിൽഡിങ്ങിനുള്ളിലിരുന്നാണ് ഈ സംഗതി നടക്കുന്നത്. ഈ 4 പേരെ കൊന്നിട്ട് ശവമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ രാംജി റാവു സ്പീക്കിംഗ് പോലെയായി. ഒടുവിൽ ഒന്നും കൊടുത്തില്ല, ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ ജപ്പാൻ എടുത്തു ഈ കളിയൊന്നും നടക്കുമ്പോൾ കൊന്നേക്കുന്നു. ഇതുപോലെ വാജ്പേയി ഇരുന്നു വയ്ക്കുക, നീ അങ്ങ് ഞൊട്ടിക്കോ, എനിക്ക് വേണ്ട 156 പേരെ, നീ എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും? 156 വെടിവെച്ചിട്ട് ആ കാണ്ഡഹാറിലെ ശവം മറവ് ചെയ്യാൻ പോകുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ദേ ഹാവ് ടു റിലീസ്. ബട്ട് ഈ ഇന്ത്യക്കാർ പലപ്പോഴും തോറ്റു പോകുന്നത് ഒരു ക്രൈസിസിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. സാധാരണ ക്രൈസിസിൽ നിങ്ങളുടെ ക്യാരക്ടർ വെളിവാകും എന്ന് പറയും. വാസ്തവത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും നിങ്ങളുടെ ക്യാരക്ടർ നേരത്തെ നിങ്ങൾക്കുണ്ട്. ഒരു ക്രൈസിസ് വരുമ്പോൾ അത് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ക്യാരക്ടറിലൂടെ അല്ല, ക്രൈസിസിലൂടെ ക്യാരക്ടർ ഉണ്ടാവുകയല്ല, അത് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് മാനിഫെസ്റ്റ് ബേസിക് ക്യാരക്ടറും വെളിപ്പെടും. ബട്ട് വി മിസറബിളി ഫെയിൽഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ആൻഡ് വി ഹാഡ് ടു പേ ഹെവി പ്രൈസ്. അതിനുശേഷം അവന്മാർ ഈ മസൂദ് അസർ എന്നൊക്കെ പറയുന്നത് ഈ എന്തെല്ലാം ദ്രോഹം ചെയ്തു. ഇപ്പം മസൂദ് അസർ മരിച്ചു എന്ന് പറയുന്നത് പക്ഷെ ആരും കൺഫേം ചെയ്യുന്നില്ല. അജ്ഞാതം വല്ലതും ചെയ്തിട്ടുണ്ടാവണം. അല്ല, അജ്ഞാതൻ ചെയ്തു എന്ന് പറയുന്നത് തന്നെ കൺഫേം ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അതില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ KSRTC ജീവനക്കാരുടെ ഗതിയാണ് ഇപ്പോൾ അവിടെ പട്ടാളക്കാർക്ക്. പട്ടാളമല്ലേ അവിടെ സ്വാധീനമുള്ളത്. 8 മാസമായി ശമ്പളം കിട്ടിയിട്ട്. അതൊരു
ഈ പറയുമല്ലോ സാർ, ഈ എവറി കൺട്രി ഹാസ് ഗോട്ട് എ മിലിറ്ററി, ബട്ട് എ മിലിറ്ററി ഹു ഹാസ് എ കൺട്രി ഈസ് പാകിസ്ഥാൻ. പട്ടാളത്തിൻ്റെ ഒരു രാജ്യമുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ. ആ അവസ്ഥയാണ്. അതുകൊണ്ടാണ് അവരിവനെയൊക്കെ പിടിച്ച് നമ്മൾ ഇമ്രാൻഖാനെ പിടിച്ച് ചുമ്മാ അകത്തിട്ടിട്ടല്ലേ അവിടെ തെരഞ്ഞെടുപ്പ് ചുമ്മാ ബൂത്തിൽ കയറി വന്നിട്ട് പട്ടാളക്കാരൻ എന്താ ഇവിടെ നടക്കുന്നത്, തെരഞ്ഞെടുപ്പാണ് സാർ, എല്ലാവരും മാറും, തെരഞ്ഞെടുപ്പൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ബാലറ്റ് പേപ്പറാണ് ഇപ്പോഴും അവിടെ, നമ്മുടെ EVM ഒന്നുമല്ല. അവനും കുത്തിയങ്ങ് പട്ടാളക്കാരൻ ഇട്ടിട്ട് വോട്ടിട്ട്, എന്നിട്ട് പോലും ഇമ്രാൻ്റെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ജയിച്ചു, 100-101 പേര് ജയിച്ചു. ഇപ്പോൾ ആർക്കും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക, എവിടെയെങ്കിലും വെച്ച് നിർത്തുന്നു. ഏതായാലും ഇവിടെ ഈ ഹമാസിന്റെ നമ്മുടെ പലസ്തീനിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം അവർക്ക് ഗാസയിൽ ഭക്ഷ്യവിതരണം നടത്താൻ പറ്റാത്തൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട് എന്ന് പറയുന്നു. ട്രക്കുകൾ ആക്രമിക്കപ്പെടുന്നു, അവിടെയുള്ള കുഞ്ഞുങ്ങൾ ഏതാണ്ട് എല്ലാവരും ഈ പട്ടിണിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടിയൊക്കെ ലോകം പരിഗണിക്കേണ്ടതല്ലേ? ഇല്ല, പരിഗണിക്കേണ്ട. കാരണം ഇത് യുണൈറ്റഡ് നേഷൻസിൽ തന്നെ ഇസ്രായേൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്. കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം കുട്ടിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു. ഒരു പട്ടാളക്കാരൻ്റെ കയ്യിലിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ തോക്ക്, കഴുത്തിൽ ബാനർ കിൽ ദ ജ്യൂസ്, 5 വയസ്സുള്ള കുട്ടി. ആൻഡ് യു കോൾ ദം ചിൽഡ്രൻ, ദേ ആർ ടെററിസ്റ്റ്, മിനി ടെററിസ്റ്റ്. ആലപ്പുഴയിൽ ഒരു ഘട്ടത്തില് ഈ ജിഹാദിയുടെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതെ, അവലും മലരും കുന്തിരിക്കും. ആ കുട്ടിയാണ് മുദ്രാവാക്യം വിളിച്ചത്. അത് ചോദിച്ചു കുട്ടികൾ എന്തെന്നാകട്ടെ. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളിത് അന്ന് തുടങ്ങിയ അന്ന് തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് വാർ, 1-2 ദിവസം കൊണ്ട് തീരില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരിപ്പോൾ ഖാൻ യൂനിസ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഇതിലും ക്രൂരപ്രവൃത്തി ചെയ്യുമായിരുന്നു അവർ, ഇതുവരെ ചെയ്തിട്ടില്ല. പമ്പ് വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവരുടെ ഈ തുരങ്കങ്ങളിൽ ഉപ്പുവെള്ളം അടിച്ച് കയറ്റുക. അപ്പോൾ ഇവനെല്ലാം ഈ പുക കൊണ്ട എലിയെ പോലെ മാളത്തിൽ നിന്ന് പുറത്ത് ചാടുമ്പോൾ അവിടെ നിർത്തി വെടിവെക്കുക. അത് ചെയ്തിട്ടില്ല ഇതുവരെ. അത് ചെയ്യാൻ അവർക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അവർ പറഞ്ഞു ഈ തുരങ്കത്തിൻ്റെ എൻട്രൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. തുരങ്കത്തിൻ്റെ എൻട്രൻസ് അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ താഴെയാണ് തുരങ്കത്തിൻ്റെ എൻട്രൻസ്. ഈ എൻട്രൻസിലേക്ക് പോകണമെങ്കിൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ അടിത്തറ മാന്തുമ്പോൾ ഈ കുന്തം താഴെ വീഴും. അൽഷിഫ എന്ന്, വെറും ഷിഫ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. അൽ ചേർത്തത് നമ്മുടെ മീഡിയ വൺകാരൊക്കെ കൂടി ഒരു ബഹുമാനിച്ച് കേരളത്തിൻ്റെ കൂടെ ചേർക്കുന്നു, അൽ കേരള, അങ്ങനെ അൽ ചേർത്തതാണ്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എല്ലാ അൽ ജസീറ അടക്കം ഷിഫ ഹോസ്പിറ്റൽ, ഇവിടെ വന്നു കഴിയുമ്പോൾ അൽ ഷിഫ. ഇപ്പം നാസർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു, അതിൽ അല്ല് കണ്ടില്ല എന്ന് തോന്നുന്നു. ഒരു നാസർ ഹോസ്പിറ്റലിന്റെ കാര്യം ഈ മുഖപത്രമായ മറ്റേ ജസീറ അവരുടെ അവർ വെറുതെ അൽ ചേർക്കില്ല, ജസീറ അൽ ചേർക്കില്ല. ജസീറയ്ക്ക് അറിയാം ഇത് അല്ലെന്ന് പറഞ്ഞാൽ എന്താ സാർ, TH ആ അർത്ഥമേ ഉള്ളൂ അല്ലിന്. ആ അല്ല് ഇവിടെ പവിത്രമായൊരു വാക്കാണ് അൽ. കേരള മുസ്ലിങ്ങളെ പറ്റിക്കാനായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി മീഡിയ വണ്ണൊക്കെ ഇറക്കുന്ന പരിപാടിയാണിത്. അല്ലെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെല്ലാം എന്തൊക്കെയാണെങ്കിലും ഒരു പുണ്യനഗരമല്ലേ എന്നൊക്കെ പറയും. ഒരു പുണ്യമില്ല, ഹിന്ദു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഈ നാസർ ഹോസ്പിറ്റലിൻ്റെ അകത്ത് 150 രോഗികളുണ്ട്, മുറിവേറ്റവരാണ്, 15 ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട്, അവിടെ വൈദ്യുതി ഇല്ല, വെള്ളമില്ല, ഇങ്ങനെയൊക്കെയാണ് കരയുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തെക്ക് ഭാഗത്ത് റാഫ അല്ലേ, അവിടെ ആണ് അഭയാർത്ഥികൾ 10 ലക്ഷത്തോളം പേര്. ഈ ഗാസയിലെ പല ഭാഗത്തു നിന്നും ഉള്ളവർ പോയി. ഈ 10 ലക്ഷം പേര് ചുണ്ണാമ്പ് തൊട്ട് ആരെങ്കിലും എണ്ണിയോ? ഇവരൊന്നും അവിടെ കയറാൻ ഈ അൽ ജസീറ പുറത്തു വിടുന്ന വാർത്ത ഇതിൻ്റെയൊക്കെ സോഴ്സ് എവിടെയാണ്? അടിയും വെടിയും പുകയും നടക്കുന്നിടത്ത് ഒരു മനുഷ്യന് ആക്സസ് ഇല്ല. ആരെങ്കിലുമൊക്കെ പെട്ട ആൾക്കാർ നമ്മളെ അവിടുത്തെ ഒരാൾക്ക് കേരള മീഡിയ അക്കാദമിയുടെ അവാർഡ് കൊടുത്തിട്ടില്ലേ പത്രലേഖകന്? ഇവിടുന്ന് ഒരു പത്രലേഖൻ, ഞാൻ പേര് പറഞ്ഞ് വെറുതെ ചീത്തയാവുണ്ട്, ഇവിടുന്ന് ഒരു പത്രലേഖൻ അവിടെ പോയി ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് ഫോട്ടോ ഇട്ടപ്പോഴുണ്ടല്ല വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ നിന്നുള്ള ഫോട്ടോ ഇട്ടിരിക്കുന്നു. ഇതൊക്കെ ഈ കക്ഷി പോയത് അമേരിക്കയിലാണ്. ഒരു പക്ഷേ ഈ അമേരിക്ക ഏതാ ഗാസ ഏതാന്ന് തിരിച്ചറിയാൻ മേലാതെ വണ്ടി മാറിപ്പോയതോ നമുക്കറിയാൻ മേലല്ലോ. പണ്ടൊരാൾ കാശി യാത്രയ്ക്ക് ചേർത്തലയിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളത്ത് വലിയ കായലും സംഗതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് തന്നെ കാശി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കായലിൽ കുളിച്ചിട്ട്
തിരിച്ചു പോയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഗാസയിലൊന്നും അടുപ്പിക്കരുത് സാർ. ആകെ ടെല്ലവീവ് എയർപോർട്ടിലേ ഉള്ളൂ. ആ ടെല്ലവീവ് എയർപോർട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവരെവിടെ പോയി ഇറങ്ങാൻ പോവാണ്? പത്രമല്ലേ ഒക്കെ എവിടെ കാല് കുത്താൻ സ്ഥലമില്ല. സിറിയയിൽ ഇറങ്ങാൻ പറ്റുമോ? സിറിയയിൽ ഡമാസ്കസ് ഒരു പ്രശ്നമുണ്ട്. ഈ ഇസ്രയേലിൽ പോയിട്ട് ഈ മറ്റേ പലസ്തീന് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ പോയി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് ചെയ്യാമായിരുന്നു. അത് ചെയ്യാനൊന്നും പറ്റില്ല. മാത്രമല്ല ഇസ്രയേലികൾ ഇപ്പോഴും സാർ നോക്കിയോ, അവർ അനൗൺസ് ചെയ്തിട്ടാണ് ബോംബ് ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഈ കെട്ടിടത്തിലുണ്ടെങ്കിൽ 10 മിനിറ്റിനകം ഒഴിഞ്ഞു പോയിക്കൊള്ളണം, ഈ കെട്ടിടം ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. 10 മിനിറ്റ് തരും. നിങ്ങൾ 10ാം നിലയിലാണെങ്കിൽ ഓടി താഴെ ഇറങ്ങി നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടേ അവർ കെട്ടിടം തകർക്കുള്ളൂ. ഇപ്പോഴും അവർ ആ വാർ എത്തിക്സ് മാനിക്കുന്നുണ്ട്. വൺ സൈഡഡ് ആണ്, ഇത്രയധികം പേരെ കൊന്നു. അവർ പറയുന്നത് ദേ ആർ ടെററിസ്റ്റ്. പിന്നെ ഈ കൊലാറ്ററൽ ഡാമേജ് എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ മരിച്ചു കാണും, ഫോർ വിച്ച് നോബഡി ക്യാൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് എ വാർ അഗൻസ്റ്റ് ടെറർ. ചോദിച്ചു മേടിച്ചു. മാത്രമല്ല മോദി പറഞ്ഞു വി സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ആസ് ഫാർ ആസ് ടെററിസം ഈസ് കൺസേൺ. അതേസമയം ഒരു 32 കോടി രൂപയുടെ സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ പോയി കിടപ്പുണ്ട്. ഈജിപ്റ്റ് ഗേറ്റ് തുറക്കുന്നില്ല. കാരണം ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ പാലസ്തീൻകാരൻ മുഴുവൻ ഇങ്ങോട്ട് ഓടി വരും. അത് അവരാരും ഒരു അറബ് രാജ്യവും ഇവരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കാൻ തയ്യാറല്ല. സാർ തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്റ്റാണ്. ഈജിപ്റ്റും ഗാസയും തമ്മിൽ 3 ഗേറ്റുകളുണ്ട്. 2 ഗേറ്റുകൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്, 1 ഗേറ്റ് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ബട്ട് ഈജിപ്റ്റ് ജസ്റ്റ് വിൽ നോട്ട് ഓപ്പൺ ദ ഗേറ്റ്. ഈജിപ്റ്റ് പറയുന്നത് ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഇവന് റിലീഫ് മെറ്റീരിയൽ എത്തിക്കാൻ ഇന്ത്യയിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. റിലീഫ് മെറ്റീരിയൽ ഇന്ത്യ എന്തിനും റിലീഫ് മെറ്റീരിയൽ കൊടുത്തതെന്താണെന്നറിയാമോ? ടർപ്പാള, ക്ലോറിൻ ഗുളിക, ഇതൊക്കെ ചേർത്ത് പോയി കിട്ടി എന്തെങ്കിലും കൊടുത്ത് വിടറായി അവന് എന്ന് മോദി. കാരണം നമുക്കിതിനകത്ത് പങ്കൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പിച്ചക്കാശി ഇവനും കൊടുക്കണം. ടെററിസത്തിനെതിരെ അവൻ്റെ കൂടെയും നിൽക്കണം. അതിൽ സ്റ്റേക്കൊന്നും നമുക്കില്ല. പലസ്തീനിന് നമ്മൾ ധാരാളം സഹായം മുമ്പും കൊടുത്തിട്ടുണ്ട്. കാരണം അറഫാത്തുമായിട്ട് ഇന്ത്യയിലേക്കുള്ള സാർ ഈ വല്ലവൻ്റെയും കാശ് മേടിച്ചിട്ട് അവിടെ കിടന്ന് ബോംബിടുന്ന പരിപാടിയിൽ ഈ ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ PLO ഉള്ളപ്പോൾ പോലും അത് തന്നെയായിരുന്നു പരിപാടി. എനിക്കൊന്നുമില്ല, ഞാൻ പാവം ദേ എന്ന് പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ കാണിക്കും. ഗർഭിണികൾ ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കുട്ടിയും ഗർഭിണിയും ഒക്കെ റെഡിയാണ് അന്താരാഷ്ട്ര തലത്തിൽ. എന്നിട്ട് അവർ പാവങ്ങൾ എല്ലാവരും കൂടെ കാശ്, ഗോതമ്പ്, പാൽപ്പൊടി അത് കൊടുത്തു. ഇത് ചീർത്ത് കൊടുത്തിട്ട് നമുക്കെതിരെ തന്നെ പണി, തോക്ക് കൊടുത്തിട്ട്. ഈ 2 സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്, ഇസ്രായേലിലും പലസ്തീനിലും. പലസ്തീൻ ഇങ്ങനെ ചോദിച്ച് വാങ്ങേണ്ടിയിരുന്നില്ല. ഇപ്പം എല്ലാം നശിച്ചിരിക്കുകയാണല്ലോ. ഒന്നും അവിടെ കാര്യമായിട്ടില്ല. ചോദിച്ച് മേടിച്ച ദുരന്തമാണത്. വേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രമേയവുമായിട്ട് ഇനി അറബ് രാജ്യങ്ങളും, ഒന്നാമത് അറബ് രാജ്യങ്ങളുടെ ബാക്കിംഗ് തന്നെ സത്യസന്ധമാണെന്ന് തോന്നുന്നില്ല. ഈ ഹമാസിൻ്റെ കൂടെയൊന്നും ഒരു രാജ്യവും, ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ആകെ ഉള്ളത് ആരുമില്ല സാർ. ഈ പറയുന്ന സിറിയയില്ല. പിണറായി വിജയനും സുനിൽ പീളയുടെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. M സ്വരാജ് ഉണ്ട് പോരെ. അത് ശരി. M സ്വരാജ്. ഹമാസ് തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റല്ല. അവർ ബോംബിട്ടാൽ പോലും അത് പൂ വർഷിച്ചതായിട്ടേ കൂട്ടാവുള്ളൂ. ലോകത്തിന് വേണ്ടെങ്കിലും ഇവിടെയുള്ള കുറേ ആളുകൾ. മാത്രമല്ല ലോക സമാധാനത്തിന് വേണ്ടി ബാലഗോപാൽ 2 കോടി രൂപ മാറ്റി വെച്ചിരുന്നു. അതവിടെ കൊണ്ടുപോയി ഈ ബാലഗോപാൽ കാശുമായിട്ട് അവിടെ ചെന്ന് നീ ആരാന്ന് ചോദിച്ച് അവന് ആദ്യം വെടിവെച്ചു പോലും. അത് പേടിച്ചിട്ടാണ്. 2 കോടി രൂപ ഇരിപ്പുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ബ്രിട്ടാസിൻ്റെ കയ്യിൽ കൊടുത്താൽ ബ്രിട്ടാസ് മിടുക്കോടുകൂടി അത് അവിടെ ആരെങ്കിലും കൈക്കൊണ്ട് വാഷിങ്ടണിലോ അവിടെ എവിടെയൊക്കെ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.